എന്തല്ലേ കുഞ്ഞുമക്കളെ സുഖല്ലേ? എന്നാൽ ഞാൻ അത്ര സുഖത്തിലല്ലെങ്കിലോ. പനി പിടിച്ച് ചത്ത് കിടക്കലേന് ഹോസ്റ്റലില്. ചുക്കാപ്പി എന്നെ ശരണം. സൗണ്ടൊക്കെ ഇപ്പൊ ഒരുമാതിരി ചിരട്ട കടിക്കുന്ന പോലെയാ. കണ്ടാ ഫുൾ സ്റ്റോക്കാന്ന്. ഇവരൊക്കെ രോഗിയായി എന്നെ കാണാൻ വേണ്ടി വന്നാ. എന്റെ ഗ്ലൂക്കോസ് കൂടി തീർക്കും. ഹലോ മിസ്റ്റർ, ഞാനാണ് രോഗി. എല്ലപ്പാ ഇതിനെടുത്ത് റേഡിയോ പോന്ന് കണ്ട സിനിമയെല്ലാം കണ്ടിട്ട് റോളാക്കാൻ നിൽക്കലവേ. ബ്ലേഡിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ വേർതിരിക്കുന്നു. ശേഷം മൂക്കിലേക്ക് കയറ്റാനാണ് ഉദ്ദേശം. പക്ഷേ ട്വിസ്റ്റ് എവിടെയാന്ന് വെച്ചാൽ പൊട്ട ശരിക്കും മൂക്കിൽ വലിച്ചേരിയെന്ന്. ഇതിനെല്ലാം കെട്ടിപ്പറിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരും തോന്നുന്നു. ഒട്ടമുഖം കഴിയാൻ മൂടുമ്പൊക്കെ ഓടലാണ്. ഒന്റെ മൂക്ക് വഴി തലച്ചോറ് വരെ ഗ്ലൂക്കോസ് എത്തിയെന്ന് തോന്നുന്നു. ഒരുത്തിനിടെ ചാവാൻ കിടക്കലാണ്. അപ്പോൾ ഇവന്റെ തീറ്റിയിലെ ശുഷ്കാന്തി നോക്കിയാട്ടെ. ചിരിക്കാൻ പോയിട്ടൊന്ന് കണ്ണു തുറക്കാൻ പോലും പറ്റാത്ത എന്നെ ചറപ്ര കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുകൂടാ ചിരിപ്പിക്കുന്ന ഇവരാണ് എന്റെ ഫ്രണ്ട്സ്. കലാപരിപാടി ഒന്നും ചോദിക്കരുത്. ഈ ഹിപ്പോപ്പൊട്ടാമസിനെ ഇവനെ ഒരു മിനിറ്റ് പിടിച്ചേക്കുമ്പോലോ തേജലെ ബാക്കിൽ പാള വെക്കേണ്ടി വരുവാ. ഇക്ക അടുത്ത കലാപരിപാടിന്റെ തയ്യാറെടുപ്പില്ല. എന്റെ പൊന്നേട്ട പറ്റുന്നവരൊക്കെ പോയപ്പോരെ. അപ്പോഴും ചെക്കന്റെ ആത്മാർത്ഥത ആരും കാണാതെ പോകരുത്. ഒരു ഉറക്കിറങ്ങുമ്പോഴേക്കും കാണുന്നതാ. പനിയാന്നല്ല പറഞ്ഞ എന്നാ കാര്യം തിന്നാൻ തോന്നുന്നത് മന്തി പൊറോട്ടയില്ല. ആ പാടുവിലെ ചക്കര വിളിച്ച് പൂതി പറഞ്ഞു വരുന്നോനും പോന്നോനും എല്ലാം പഞ്ച പൊടി എടുക്കുന്നത്. ഇടത്തെ പൊറോട്ടയും ചാറുമായിട്ട് വിളി പോലും സാധനം എത്തിയിട്ടൊക്കെ അടികളെ. ഫുഡിന് നല്ല ടേസ്റ്റ് തന്നെ തോന്നുന്നു. അനക്ക് പഞ്ചിട്ട് ഫുൾ കയപ്പാ. പൊറോട്ടയിൽ കഴിച്ച് പുറത്ത് നമ്മൾക്ക് ശങ്കരേട്ട കണ്ട്. ഈ ചുണ്ടിപ്പറക്കിന്റെ പേരെ ശങ്കരൻ. അങ്ങനെ നമ്മൾ ശങ്കരനോടും ശങ്കരൻ നമ്മളോടും യാത്ര പറഞ്ഞ് പോവാ. എന്നാ പിന്നെ നോക്കടാ ബൈ.